ഓക്കെ എൻ്റെ മോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, മയിലൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കുന്നു. പിന്നെ റൂം വൃത്തിയാക്കുക, പിന്നെ എന്താ ടി വി കാണുന്നു. നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് വീട്ടിലാണല്ലോ, പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് വീട്ടിൽ നിന്ന സമയത്ത് എന്തൊക്കെയാണ് പിന്നെ എൻ്റെ മോള് വീട്ടിൽ ചെയ്തത്? വീട്ടില് ചേച്ചി എനിക്ക് വർക്കൊക്കെ ചെയ്തു തന്നു റൂമില്. പിന്നെ ചേച്ചീൻ്റെ കൂടെ ഞാൻ എന്താ കുപ്പിയൊക്കെ ചെയ്യാൻ സഹായിച്ചു. പിന്നെ അങ്ങനത്തെ കുറെ കാര്യം. എന്തൊക്കെ ചെയ്തു വീട്ടില്? ഞാൻ ചെയ്തത് ചേച്ചി എന്നെ മറ്റേ ഇങ്ങനെ പെയിന്റ് അടുപ്പിക്കുന്ന അതൊക്കെ പഠിപ്പിച്ചു തന്നു. ചിത്രം വരയ്ക്കൽ അതൊക്കെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അതൊക്കെ പഠിച്ചു. പിന്നെ മുട്ടത്തൊണ്ടില് പെയിന്റ് അടിക്കുകയും പിന്നെ കുപ്പിയിൽ മുട്ടത്തല ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മുട്ടത്തലകളാണ്. അന്നമോള് കണ്ടിട്ടുണ്ടോ അറിയില്ല, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് മുട്ടയാണ്. തല പിന്നെ അതെ തല നമുക്ക് മറ്റേ മുടി വെട്ടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, മുട്ടത്തോടിൽ പെയിന്റ് അടിക്കൽ. പിന്നെ കുപ്പിയിൽ കുറെ വർക്ക്സും അങ്ങനത്തെ ഒക്കെ എനിക്ക് ചെയ്തു. അതുപോലെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്തു ആക്ടിവിറ്റീസ്? അന്നമോള് നന്നായി ഡാൻസ് കളിക്കുന്നത് കേട്ടല്ലോ. അന്നമോള് ഡാൻസ് കളിച്ചായിരുന്നു? അതെ ഡാൻസ് 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 കലകാത്ത കാളകാത്ത സന്ദർഭം. നമ്മളെ പിന്നെ എന്താണ് സിനിമയുടെ പേര്? അയ്യപ്പനും കോശി, ബിജുമേനോനും പൃഥ്വിരാജും അഭിനയിച്ച സിനിമ. അതിലെ പാട്ടിന് മോള് ഡാൻസ് കളിച്ചോ? അപ്പൊ അന്നമോളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. പഴശ്ശിയുടെ തന്ത്രങ്ങൾ, കമ്പനി പട്ടാളം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പഴശ്ശിരാജയിൽ മമ്മൂട്ടി പറയുന്ന പോലെ അന്നമോളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അന്നമോളുടെ ഒരു ഡാൻസ് കാണാം. వగువగా పుతురుకో పూపరిక పోగిలామో విమేనాతే పక్కిలమ్మో కళకాత సందడ మేర వగువగా పుతురుకో పూపరిక పోగిలామో విమేనాతే పక్కిలమ్మో లాలాలే లాలే 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 లాలాలే లాలే 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 సందన మేర వగువగా పుతురుకో పూపరిక పోగిలామో విమేనాతే పక్కిలమ్మో లే 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 ഇപ്പൊ എല്ലാരും അന്നമോളുടെ ഡാൻസ് കണ്ടു. അന്നമോളെ ആ ഡാൻസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളിക്കാൻ പറ്റും? ഇപ്പൊ കളിക്കാം. അല്ല ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതും ഇതൊക്കെ എല്ലാം ചെയ്തത് ആരാണ്? ഇത് പപ്പയാണ് ചെയ്തതെന്ന്. അന്നമോൾ എന്താ പപ്പനോട് പറയായിരുന്നു എനിക്ക് ഈ ഡാൻസ് കളിക്കണം? അല്ല, പപ്പ പറഞ്ഞു ഈ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. അതായത് പപ്പ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? വൈറലായോ? ഞങ്ങള് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. വൈറലായിട്ടില്ല, വൈറലാക്കണം. വേറെ എന്തൊക്കെ ചെയ്തു അന്നമോൾ? അന്നമോൾക്ക് ഒരു മൊയലില്ലേ? അന്നമോളുടെ മൊയലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മൊയലിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും, പിന്നെ മൊയൽ എടുത്ത് കാടൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ. മൊയൽ ഭക്ഷണം എന്തൊക്കെ കഴിക്കും? മൊയല് ചോറ് കഴിക്കും, പിന്നെ പരത്തോലി കഴിക്കും. സാധാരണ മൊയൽ ചോറ് കഴിക്കോ? ഇല്ല. ഈ മൊയൽ എന്തുകൊണ്ട് ചോറ് കഴിക്കുന്നത്? അത് ഞങ്ങള് ഇടയ്ക്കൊക്കെ ഇട്ടോണ്ടായിരിക്കും തോന്നുന്നു. നമ്മളായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. കാരണം മൊയലുമായിട്ട് നമ്മളൊരു വലിയ ബന്ധം വന്നപ്പോ അല്ലേ, മൊയലായിട്ട് നമ്മളൊരു വലിയ ബന്ധം വന്ന സമയത്ത് മൊയലിന് നമ്മളോട് ഉള്ള ഒരു സ്നേഹമൊക്കെ വന്നപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ മൊയൽ കഴിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്തിനോടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിന്റെ സ്വഭാവം നമ്മളിലും, നമ്മുടെ സ്വഭാവം അതിനും കിട്ടും അല്ലേ എന്നെ മോളെ? അത് കറക്റ്റാണ്. വേറെ എന്തൊക്കെയാണ് പിന്നെ എന്നെ മോള് പുറത്തൊക്കെ ചെയ്തത്? പാട്ട് പാടും? അത്യാവശ്യം. ഏത് പാട്ടാ പാടാൻ അറിയുന്നത്? പഠിക്കോ, ഏതായാലും കുഴപ്പമില്ല. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ. അമ്മ എന്ന് തുടങ്ങുന്ന രണ്ടക്ഷരത്തിലുള്ള പാട്ട് പാടും. എന്നാ പഠിക്കോ അമ്മ എന്ന്. പക്ഷെ വേറെ കാര്യമുണ്ട്, അച്ഛൻ വരുമ്പോ പണങ്ങോ?
പപ്പ രണ്ടക്ഷരം തന്നെയാണല്ലോ. ഇല്ല തുടങ്ങൂല. അമ്മയ്ക്ക് മുൻഗണനയാണ്, അതുകൊണ്ടൊന്നല്ല, അമ്മ എന്നുള്ള പാട്ട് പഠിച്ചത് കൊണ്ട് പാടുകയാണ്. ഓക്കെ, അപ്പൊ അമ്മ എന്നാ പിന്നെ രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട് കേൾക്കാം. അമ്മ ഇന്ന് രണ്ട് ശരീരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ ഇന്ന് രണ്ട് ശരീരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കഴുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കഴുതി വെച്ചു അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ട് ശരീരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. ഓക്കെ, അന്നമോളെ പാട്ട് സൂപ്പർ ആയിട്ട് വേണമെങ്കിൽ 2 പാട്ട് കൂടെ ഒക്കെ പാടല്ലേ? വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്കൂള് നമ്മൾ അടച്ചപ്പോ പെട്ടെന്ന് കൂട്ടുകാരൊക്കെ കാണാതായില്ലേ? അപ്പം എന്തായിരുന്നു എന്റെ മോക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ്? എന്താണ് കൂട്ടുകാരൊക്കെ കാണാതായി, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല? അപ്പം വിളിക്കാന്നൊക്കെ തോന്നി, പിന്നെ എന്താ ഫോണൊന്നും കിട്ടിയില്ല. എന്താ ഫോണില്ലേ? പപ്പയുടെ അടുത്ത് നമ്മുടെ അടുത്തൊക്കെ ഫോണില്ല. കാരണം ഇപ്പോൾ ലോക്ക്ഡൌൺ ആണെങ്കിലും ഫോൺ വിളിക്കുന്നതിന് പിന്നെ ലോക്ക്ഡൌൺ ഇല്ലല്ലോ, വിളിക്കാലോ. അത് പിന്നെ ചേട്ടായി ചേച്ചിയൊക്കെ എടുത്തോണ്ട് പോയപ്പോ എനിക്ക് കിട്ടി. ഫോൺ അവർ നമുക്ക് അങ്ങനെ തരുന്നില്ല അല്ലേ? ലോക്ക്ഡൌൺ കാലത്തെങ്കിലും ലേശം അയവ് വേണമെന്നൊരു അഭിപ്രായം ഉണ്ടോ പൊതുവെ? അത് ടാബ് പിന്നെ കളിക്കാൻ തരാറുള്ളത്. അതിന് റേഞ്ച് ഉണ്ടോ? അതില് റേഞ്ച് ഇല്ല. അല്ല, പിള്ളേര് വേറൊരു കാര്യമുണ്ട്, അതൊക്കെ പോട്ടെ. എങ്കിലും നമ്മളെ കൂട്ടുകാർ ഒക്കെ മാറി നിന്നപ്പോ വീട്ടില് നമ്മളിങ്ങനെ കൂടിയപ്പോ നമ്മള് പിന്നെ എന്തൊക്കെയാണ് തോന്നിയത്? പെട്ടെന്ന് വിഷമങ്ങൾ ഉണ്ടായോ? അത് നമ്മൾ വിഷമത്തെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു? ചെടി നട്ടു, പൂക്കൾ നട്ടു, വീടിന്റെ പരിസരത്ത് ഓരോരോ വർക്കുകൾ ചെയ്തു. അതൊക്കെ എന്തൊക്കെ ചെയ്തു നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അന്നമോള് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ച് നിൽക്കണം. ഞങ്ങള് മീനുകളെയൊക്കെ വളർത്തി പിന്നെ തീറ്റയൊക്കെ കൊടുക്കാറുണ്ട്. മീനെ തീറ്റ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അല്ലേ? പറ. അങ്ങനെയൊക്കെ. പിന്നെ പക്ഷിയില്ല. ഇഷ്ടംപോലെ പക്ഷികളില്ലേ? ഒരു പക്ഷിയെ പിടിച്ചൂടായിരുന്നു? അല്ല, ഞങ്ങള് പിടിച്ചായിരുന്നു. പിന്നെ അതിന്റെ കുഞ്ഞിനെ ഞങ്ങൾ പിടിച്ചായിരുന്നു. പിന്നെ അത് ചത്തുപോയി. അത് പോട്ടെ. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്തത്? ഞങ്ങൾ ചീട്ടൊക്കെ കളിച്ചു. ചീട്ടോ? എന്ത് ചീട്ട്? രാവിലെ എഴുന്നേറ്റ ഒരു ദിവസം എങ്ങനെയാണ് അന്നമോളുടെ ഒരു ദിവസം തുടങ്ങുന്നത്? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അമ്മ കുർബാന വെച്ച് തരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കുർബാനയൊക്കെ കണ്ടു കഴിയും. അത് കഴിയുമ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിക്കും. നല്ല ഫുഡൊക്കെ ആയിരിക്കും. എന്താ ഫുഡ്? ചിലപ്പെങ്കിൽ അപ്പവും കറിയോ അല്ലെങ്കിൽ ചിക്കനും കോഴി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കല്ലോ. ചിക്കനും അപ്പവും ഒക്കെ ആയിരിക്കും. വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ? വെറൈറ്റി മർക്കുറി ഒക്കെ ഉണ്ടാക്കും. മർക്കുറിയോ? അതൊരു ലൈറ്റിന്റെ പേരല്ലേ? അല്ല. രസല്ലേ? രസം. മർക്കുറി എന്ന് പറഞ്ഞാൽ രസല്ലേ? മക്രോണി. മെർക്കുറി അല്ല, മക്രോണി. ഓക്കെ. മക്രോണി കൊണ്ട് എന്തുണ്ടാക്കും? പറ. മക്രോണി കൊണ്ട് ഞങ്ങളത് എന്താ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, അതിന് മുകളിലോട്ട് ഇട്ടിട്ട്. പിന്നെ ഞങ്ങള് നൂഡിൽസ്. നൂഡിൽസ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കും. അമ്മ വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കും? അമ്മ വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ ദിവസം ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. ജ്യൂസ് എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്. അല്ല, അമ്മ ഉണ്ടാക്കിയ വെറൈറ്റി എന്താണ്? അമ്മ ഉണ്ടാക്കിയത് പുതിയ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നല്ലോ, അത് പറഞ്ഞായിരുന്നല്ലോ കുറച്ച് നേരത്തെ. ചക്കക്കുരു ആണോ? അല്ല, എന്താ ചേട്ടായി കുബൂസ് ഉണ്ടാക്കിയായിരുന്നു. അമ്മ കുബൂസ് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ ചക്കക്കുരു കൊണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ടാക്കിയ ചക്കക്കുരു അല്ല, ചക്കപ്പഴം കൊണ്ട് ജാം ഉണ്ടാക്കി. ചക്കക്കുരു ജാം ഉണ്ടാക്കി. ടേസ്റ്റ് ആണോ? ടേസ്റ്റ് ഉണ്ട്. അല്ലേ? ഭയങ്കര രുചിയാ? കുഴപ്പമില്ലാത്ത രുചിയാണ്. ചക്കക്കുരു കൊണ്ട് ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? വരിക്കച്ചക്കയാണോ കൂഴച്ചക്കയാണോ അതിന് ഉപയോഗിക്കുന്നത്? ഏതാ ചക്ക?
വരക്കച്ചക്ക. നല്ല വരിക്കച്ചക്ക കൊണ്ട് ചക്കപ്പഴം ജാമൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ കഴിച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. പിന്നെ എന്താ ചെയ്യുന്നത് നമ്മള്? രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ പിന്നെ പറ. പണിയൊക്കെ എടുക്കും. ഞങ്ങളെല്ലാവരും കൂടി കാടൊക്കെ പറിക്കുകയും പിന്നെ ചെടി അഴുകൊക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ ഞങ്ങള് മടുത്ത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും. അപ്പൊ ഞങ്ങള് ചീട്ടൊക്കെ കളിക്കും. അങ്ങനെയൊക്കെ. മടുത്ത് കഴിയുമ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത്. മടുക്കാതെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, മടിയന്മാര്. നമ്മൾ മടുക്കുമ്പോഴേ റെസ്റ്റ് എടുക്കുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ അന്നമോള് ഈ പിന്നെ ഉച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അന്നമോൾക്ക് ഉണ്ടാവുമല്ലോ? ചെടികൾ നട്ടു, പിന്നെ പപ്പനെ സഹായിക്കും. ഞങ്ങള് ചെടി നടും. ചെടി എന്തൊക്കെ ചെടികൾ നടും? ഞങ്ങള് 10 മണി അങ്ങനെയൊക്കെ. 10 മണി. അപ്പൊ നമ്മൾ ഉച്ച കഴിഞ്ഞു 2 മണിന്റെ സമയമാണ് പറഞ്ഞത്. ഉച്ചക്ക് മടുത്തപ്പോ വിശ്രമിച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അപ്പൊ 10 മണിന്റെ കാര്യം പറയുന്നത് അല്ല, ഉച്ച കഴിയുമ്പോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. 10 മണി എന്ന് പറഞ്ഞാൽ എന്താ? 10 മണി? അത് പിന്നെ 10 മണി ചെടിയാണ്. ഓക്കെ ഓക്കെ. 10 മണി ചെടി. 10 മണി ചെടി ഉച്ചക്ക് നടും. ഓക്കെ. പിന്നെ ഞങ്ങള് കമ്പനിയിൽ പോയി കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കും. എന്തായാലും ലോക്ക്ഡൗൺ കാലഘട്ടം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വീടുകളിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പിന്നെ അവരുടെ സഹപാഠികളെ, സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അന്നമോൾ വളരെ വ്യത്യസ്തമായി വിവിധ തരം ആക്ടിവിറ്റീസുമായിട്ട് പിന്നെ പോവുകയാണ്. അവർക്ക് ടി വി കാണലിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്ന് പപ്പയെ സഹായിച്ച്, അമ്മയെ സഹായിച്ച്, പുറത്തേക്കൊക്കെ പിന്നെ ഇറങ്ങി പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ നാച്ചുറൽ പ്രകൃതിയുമായിട്ടൊരു വല്ലാത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് അന്നമോൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പം പിന്നെ കടകളൊക്കെ തുറന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് ഒരുപാട് നമുക്ക് കഴിക്കാൻ കിട്ടായിരുന്നു. ഇപ്പൊ കടകളില്ല, കൂട്ടുകാരെല്ലാം ഒന്നുമില്ല. പക്ഷെ ഭക്ഷണം നമുക്ക് എന്തായാലും കുറവ് വരുത്താൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കണം അല്ലേ? അപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നത്? പപ്പ ഉണ്ടാക്കി തരുമോ ഭക്ഷണം? പപ്പ നല്ല കുക്കാണോ? അമ്മയെ കുറിച്ച് നേരത്തെ 2 പാട്ട് പാടിയായിരുന്നു. പപ്പനെ കുറിച്ച് പാട്ട് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അമ്മയെ കുറിച്ച് പാടിച്ചല്ല, അതകത്ത് പാട്ടകല്ലേ. പപ്പ സുന്ദരനാന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലേ? വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വീട്ടിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കിയത്? വീട്ടില് ഞങ്ങള് എഗ്ഗ് കൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കി. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പപ്പ ചക്കയെ കൊണ്ട് അത് പൊരിച്ചിട്ട് ഉണ്ടാക്കി. അത് ചോറിലൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വൈറ്റ് സോസ് ഉണ്ടാക്കി. സോസ് വൈറ്റ് സോസ് മൈനസ്. പിന്നെ ഞങ്ങൾ കുബൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങള് ബ്രോസ്റ്റ് ഉണ്ടാക്കി. ചിക്കൻ ബ്രോസ്റ്റ്. പിന്നെ ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കി. ചക്കപ്പഴം പായസം ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞു ചക്കപ്പഴം കൊണ്ട് എന്തൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കി ഞാൻ വന്നപ്പോ പറഞ്ഞിട്ട് പായസമായിരുന്നു അത്. പപ്പേന്റെ പായസമായിരുന്നു പപ്പ ഉണ്ടാക്കിയത്. പിന്നെ സാധാരണ പായസമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. പിന്നെന്തൊക്കെ ഉണ്ടാക്കി? നമ്മളെ വീടിന്റെ പരിസരത്ത് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കി തന്നു. നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത പല പക്ഷികളെയും കാണാൻ തുടങ്ങിയായിരുന്നോ? പക്ഷികളൊക്കെ ചില പക്ഷികളൊക്കെ കണ്ടില്ലേ? ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. അല്ല മോളെ, ഇവിടെ ഭയങ്കര ഒരു പൂന്തോട്ടല്ലേ? ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെ വരും? പൂന്തോട്ടത്തിൽ പിന്നെ പൂ വരാതിരിക്കില്ലല്ലോ, അതറിയാം. അതല്ല ചോദിച്ചത്. പൂന്തോട്ടത്തിൽ വിരുന്നുകാരായിട്ട് ആരൊക്കെ വരും? പൂമ്പാറ്റ വരുന്നു, അതുപോലെ എന്തൊക്കെ വരും? അന്നമോള് നിരീക്ഷിച്ചിട്ടുണ്ടോ എന്തൊക്കെ വരുന്നുണ്ടെന്ന്? തേനീച്ച വരും. തേനീച്ച 10 മണിയിൽ എപ്പോഴും വരാറുള്ളതാണ്. 10 മണിക്ക് തേനീച്ച വരും. 10 മണി കഴിഞ്ഞാൽ പിന്നെ തേനീച്ച വരൂല. അല്ല, അങ്ങനെയല്ല, അതൊരു ചെടിയാണ്. 10 മണി എന്ത് ചെടിയാണ് 10 മണി ചെടി? അതെന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ ചെടിക്ക് പേര് 10 മണി വരാൻ? 10 മണി അത് 10 പൂവുള്ളതുകൊണ്ട്. 10 പൂവുള്ളതുകൊണ്ടാണോ? 10 മണിക്ക് വിരിയുന്നതുകൊണ്ടാണോ 10 മണി? അങ്ങനെ ചെറിയ സംശയം ഉണ്ടെങ്കിൽ കൃത്യം 10 മണിക്ക്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ 10 മണി പൂവ് 11 മണിക്ക് വിരിഞ്ഞിട്ട് എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ 10 മണിക്ക് കാത്തു. അപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചത് അന്നമോളാണ്. അന്നമോളുടെ അനുഭവങ്ങൾ, അന്നമോളുടെ കാഴ്ചപ്പാടുകൾ, അന്നമോളുടെ ഭക്ഷണം, അന്നമോൾ എന്തൊക്കെ ചെയ്യുന്നു തുടങ്ങിയിട്ട്, അതായത് ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഇത്തരം ഒരു അവസ്ഥയിൽ വീട്ടിൽ പിന്നെ ഉള്ള കുട്ടികൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അങ്ങനെ മൊത്തം പൊതുവായി ഒരു കുട്ടികളുടെ ഒരു
പിന്നെ കാഴ്ചപ്പാടാണ് അന്നമോൾ ഇവിടെ പങ്കുവച്ചത്. നമ്മളോട് സഹകരിച്ച അന്നമോൾക്ക് ഫോർ യു ചാനലിന്റെ എല്ലാവിധ നന്ദികളും അറിയിക്കുകയാണ്. അതേപോലെ അന്നമോൾക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ എന്നും ഫോർ യു ചാനൽ ആശംസിക്കുകയാണ്. അന്നമോളെ അപ്പൊ നമുക്ക് അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഏതായാലും ഉഷാറായില്ലേ, സന്തോഷായില്ലേ? വൈകുന്നേരം എന്തായിരിക്കും പപ്പ വരുമ്പോ കൊണ്ടുവരാൻ? ഒന്നും കൊണ്ടുവരാതെ എന്തായാലും പപ്പ വരില്ല, ഉറപ്പായില്ല. ഓക്കെ അന്നമോൾ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹാപ്പി അല്ലേ? ബൈ.